നമസ്കാരം കൂട്ടുകാരെ. മുനിയെയും മോഹിപ്പിച്ച ബാലൻ. അടുത്ത രാമായണ കഥ മുനിയെ മോഹിപ്പിച്ച ബാലൻ. അപ്പോൾ ആ ബാലൻ വേറാരുമല്ല, നമ്മുടെ രാമൻ തന്നെ. രാമനെ മോഹിച്ച മുനിയാണ് വിശ്വാമിത്രൻ. കഴിഞ്ഞ തവണ ഞാൻ കുഞ്ഞു കൂട്ടുകാരോട് വിശ്വാമിത്ര മഹർഷിയുടെ വരവിനെ പറ്റി പറയാമെന്ന് പറഞ്ഞില്ലേ? പഴയ കഥകൾ കേൾക്കാതെ ഈ കഥ മാത്രം കേട്ടാൽ കുഞ്ഞു മക്കൾക്ക് മനസ്സിലാക്കാൻ സാധ്യത കുറവാണ്. ഈ ചാനലിൽ പഴയ കഥകളുണ്ട്, അത് മക്കൾ കണ്ട ശേഷം ഈ കഥ കേട്ടാലും. അപ്പോൾ അയോധ്യയിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒരതിഥി എത്തി. അതാണ് മഹാമുനി വിശ്വാമിത്രൻ. മക്കളെ, മുനി എന്നാൽ ഒരു സംസ്കൃത വാക്കാണ്. ശാന്തി മര്യാദയുള്ള തപസ് അനുഷ്ഠിക്കുന്ന ഒരാൾ, അതാണ് അതിനർത്ഥം. നമ്മൾ സന്യാസി എന്നും അതിനെ പറയാറുണ്ട്. ഈ കൂട്ടർ എപ്പോഴും മൗനം പാലിച്ചിരിക്കും. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ മുന്നിൽ വന്ന മുനി, അതാണ് വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ മഹർഷിയായ കഥ നിങ്ങൾക്കറിയാമോ? വിശ്വാമിത്രൻ വെറുതെ മഹർഷിയായതല്ല, അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹം മഹർഷിയായ കഥ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാർ അതുകൂടി കേട്ടാൽ നല്ലതായിരിക്കും. അങ്ങനെ വിശ്വാമിത്രൻ ദശരഥ മഹാരാജാവിൻ്റെ മുന്നിൽ ഇപ്രകാരം പറഞ്ഞു: രാജാവേ, ഞങ്ങൾ യാഗം നടത്തുമ്പോൾ രാക്ഷസന്മാർ അതിനെ തകർക്കുന്നു. നിങ്ങൾ ആരെയെങ്കിലും അയച്ച് ഞങ്ങളെ ഒന്ന് കാത്തു രക്ഷിക്കണം. ദശരഥ മഹാരാജാവ് ആലോചിച്ചു. യുദ്ധമല്ലേ, അതിനെ എങ്ങനെയാണ് ഈ ബാലനെ അയക്കുന്നത്? പക്ഷേ വിശ്വാമിത്രൻ്റെ കണ്ണ് ഒരാളിലായിരുന്നു, ബാലനായ നമ്മുടെ രാമനിൽ. അദ്ദേഹത്തിനറിയാം, ഈ ബാലൻ ദൈവികതയുള്ള കുഞ്ഞാണ്, രാക്ഷസന്മാരെ തോൽപ്പിക്കും. ദശരഥ മഹാരാജാവ് സംശയപ്പെട്ടു. പക്ഷേ രാജാവിൻ്റെ ഈ സംശയം മാറ്റിയത് മറ്റൊരു മഹാമുനിയായിരുന്നു. ആ മുനിയാണ് വസിഷ്ഠൻ. അദ്ദേഹം പറഞ്ഞു, ഇവൻ ദൈവദൂതനാണ്, അയക്കൂ രാജാവേ. അവസാനം രാമനും ലക്ഷ്മണനും അതിസന്തോഷത്തോടെ മുനിയോടൊപ്പം യാത്രയായി. അങ്ങനെ തുടക്കമായി ധർമ്മം രക്ഷിക്കാൻ രാമൻ്റെ ദൗത്യങ്ങൾ. അടുത്ത കഥ വളരെ രസകരമാണ്, താടകാവധം. അതറിയാൻ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ കാത്തിരിക്കും. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.